ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഓരോരോ ചോദ്യങ്ങളും ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, അല്ല ഇവിടെ നിന്ന് കുറേ സാധനങ്ങളുമായിട്ടാണല്ലോ ചേച്ചി പോയത് എന്ന് ചോദിച്ചപ്പോഴേ, അയ്യോ മോളെ, ഭയങ്കര പ്രാരാബ്ദങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ത്രീയാണത്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ വരുന്ന ചില വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഈ പയറും പരിപ്പും അരിയും വെളിച്ചെണ്ണയും ഒക്കെയാണോ ഇവിടെ വരുന്ന വേസ്റ്റുകൾ? അതാണല്ലോ കൊണ്ടുപോയത്. അയ്യോ മോളെ, പറഞ്ഞല്ലോ ഓരോരോ പ്രാരാബ്ദങ്ങൾ കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണേ, അതുകൊണ്ടാ ഇതൊക്കെ കുറച്ചൊക്കെ കൊടുത്തു വിടുന്നത്. ഞങ്ങളങ്ങോട്ട് കണ്ണടക്കുമെന്നേ. അത് ശരി. അപ്പോൾ ഈ കൊടുത്തുവിടുന്ന കാര്യം നിങ്ങളുടെ കേണൽ സാറിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എന്തിനാണ് ഇത്ര നിസ്സാര കാര്യങ്ങളൊക്കെ മോളെ കേണൽ സാറെ അറിയിക്കുന്നത്? സാർ അവിടെ ഇരുന്നോട്ടെ, സാറ് ചുമ്മാ പാവമല്ലേ, സാറിനെ അറിയിച്ച് എന്തിനാണ് സാറ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ശരി ആയിക്കോട്ടെ, അപ്പോൾ അങ്ങോട്ട് വന്നോളൂല്ലോ അല്ലേ? ഞങ്ങൾ വന്നോളാം, മോള് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ, എൻ്റെ പൊന്നെ, നമുക്കൊരു പാര ആകുമല്ലേ ഇവള് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കുക. ഇനി അതും കൂടി കേട്ടിട്ട് വേണം വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട്. അതുകൊണ്ടേ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ്. മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കഞ്ഞുകൂടി മുട്ടുമെന്ന് തോന്നുന്നു. അതേ, എനിക്ക് പ്രശ്നമില്ല, അവൾ അടുക്കളയിലാണ് നോട്ടം ഇട്ടിരിക്കുന്നത്, നിനക്കാണ് പ്രശ്നം. പിന്നെ അടുക്കളയിലോട്ട് നോട്ടിടാൻ അവൾ ഇങ്ങോട്ട് വന്നേക്കട്ടെ. അതേ, എന്നെ ധിക്കരിച്ചു കൊണ്ട് അവൾ അടുക്കളയിൽ കയറണമെങ്കിലേ ഞാൻ മരിക്കണം. എടാ നിന്റെ കരിനാക്ക, ചിലപ്പേ നീ പറഞ്ഞത് അങ്ങോട്ട് ഫലിക്കും, അത് ഫലിക്കാതെ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചുറ്റുപാടിങ്ങനെ നോക്കി നടക്കുമ്പോൾ ദേ അവിടുത്തെ കാര്യസ്ഥൻ വരിക. എന്നിട്ട് എന്ത് നോക്കി നടക്കുക എന്ന് ചോദിച്ചപ്പോഴേക്കേ, ഞാൻ ചുമ്മാ ഇതിലെ കൂടിയൊക്കെ ചുമ്മാ അതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നോക്കി നടക്കുമായിരുന്നു. അത് ശരി, ഇതെല്ലാം കാണിച്ചു തന്നെയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും നോക്കി നടക്കുന്നത്? അതെന്താ, കണ്ടെന്ന് വിചാരിച്ച് ഇതിലെ കൂടി നടക്കാൻ പാടുന്ന വല്ല നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അല്ല ഇന്നലെ കണ്ടതാണല്ലോ, പിന്നെ ഇനിയും കൂടുതൽ കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഏതൊക്കെ ഇങ്ങനെ പറയാം, എനിക്കിവിടെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിവിടെയൊക്കെ കണ്ടു. അവനിപ്പോൾ വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലേ? ഒരു പ്രശ്നമില്ല മോളെ, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ല, മോൾക്ക് നേരത്തെ ജോലി വല്ലതും ഉണ്ടായിരുന്നോ? മോൾ എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നേച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഞാൻ താമസിച്ചുകൊണ്ടിരുന്നേച്ചത് ഒരു അനാഥാലയത്തിലാണ്. സത്യം? അനാഥാലയത്തിലാണോ താമസിച്ചുകൊണ്ടിരുന്നേച്ചത്? അതേന്നേ, ഞാനൊരു അനാഥാലയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നേച്ചത്. എവിടെയുള്ള അനാഥാലയം? പാലയിലാണോ? അതെ, പാലയിൽ തന്നെ. പാലയിലല്ല, തിരുവനന്തപുരത്താണ് എന്ന് പറയുകയാണ്. തിരുവനന്തപുരത്തോ? അപ്പോൾ എങ്ങനെയാണ് അന്ന് ഒരു സാറിൻ്റെ ഒപ്പം വന്നത്? അച്ഛന്നാണല്ലോ മോളെ വിളിച്ചത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അതെ, എന്നെ തിരുവനന്തപുരത്തുനിന്നേ നേരെ ആ വീട്ടിലൊക്കെ കൊണ്ടുവന്നത്. ആ വീട്ടിൽ ഞാൻ അടുക്കള ജോലികളെല്ലാം ചെയ്യുമായിരുന്നു. അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമോ? ഈ അടിക്കലും തുടയ്ക്കലും അലയ്ക്കലും എല്ലാം ചെയ്യുമായിരുന്നു. എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അവിടുത്തെ സാറിനെ എന്തിനാ അച്ഛാന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അവിടുത്തെ സാർ എനിക്ക് പെർമിഷൻ തന്നിരിക്കുക അച്ഛ എന്ന് വിളിച്ചോന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കുന്നത് എന്ന് പറയാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ പിന്നെ അവിടുത്തെ ജോലി മതിയാക്കി ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിക്കണം. അവിടുത്തെ ജോലി മതിയാക്കി ഇങ്ങോട്ട് തന്നെ വന്നതാണ്. എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് വിട്ടതല്ലേ, അപ്പം എനിക്കിവിടെ നിന്നല്ലേ മതിയാവുള്ളൂ. അങ്ങനെ അലീന ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര ഡൗട്ട്. ഹമ്പട ഗേമാ, അപ്പം അതാണ് സംഭവങ്ങളല്ലേ, ഇതെല്ലാം എല്ലാവരും അറിയിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ വേറൊരു ജോലിക്കാരനോട്, അതായത് അടുക്കളക്കാരനോട് പറയണേടാ, ഞാൻ ആ പെണ്ണിൽ നിന്നേ ഒരു സത്യം അറിഞ്ഞടാ എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എന്ത് സത്യം? അതേ, നീ എനിക്കൊരു സിഗരറ്റ് താ, എന്നിട്ട് പറയാം ബാക്കിയുള്ള സത്യങ്ങളെല്ലാം. എന്താന്ന് പറ, ആകെ 2 സിഗരറ്റേ ഉള്ളൂ, എങ്കിൽ നിന്റെ വാരി കിടതാന്ന് പറഞ്ഞോണ്ട്. എടാ നീ ചുമ്മാ അനാവശ്യം കാണിക്കരുത്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ അത് വലിച്ചുകൊണ്ടിരിക്കുവായിരുന്നില്ലേ, നീ എന്തിനാ അതെടുത്തുകൊണ്ട് പോയത്? അതൊന്നും സാരമില്ല, എങ്കിലേ ഞാൻ അറിഞ്ഞ ചില സത്യങ്ങൾ പറയാം. എടാ ഇതൊക്കെ കേണൽ സാബിൻ്റെ മോളാണെന്നല്ലേ പറഞ്ഞത്?
പക്ഷെ കേണൽ സാറിൻ്റെ മോളല്ലെന്നേ. കേണൽ സാറിൻ്റെ മോൾ എങ്ങനെയാണ് അടുക്കള ജോലിക്കാരിയാവുന്നത്? എങ്ങനെയാണ് അനാഥാലയത്തിൽ വളരുന്നത്? അനാഥാലയത്തിലോ? നീ എന്തൊക്കെയാ പറയുന്നത്? അനാഥാലയത്തിൽ എങ്ങനെയാണ് വളരുന്നതെന്ന്? അതെങ്ങനെ സാധ്യമാവും? അപ്പം കേണൽ സാറ് പറഞ്ഞതൊക്കെ പച്ചക്കള്ളോ? ഇത് വേറൊരു കളിയാടാ. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചായിരുന്നു. ആ പെണ്ണാ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ആ പെണ്ണെ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലാണ് ആയിരുന്നു അത്രേ. എന്നിട്ട് അവിടെയാണ് വളർന്നതെന്ന്. അങ്ങനെ വളർന്ന് നേരെ പാലയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നു. ജോലി എന്ന് പറഞ്ഞാലോ അടുക്കള ജോലിയും അലക്കലും തുടക്കലും തൂക്കലും വൃത്തിയാക്കലും എന്ന് വേണ്ടുള്ള എല്ലാ ജോലികളും. അപ്പോൾ ആരായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്? അവിടെ വേലക്കാരിയായിരുന്നില്ലേ ഈ പെണ്ണ്. പക്ഷേ അവിടുത്തെ അയാള് ഇവളെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. ഇതൊക്കെ നാട്ടിൽ പറയാനായിട്ട് പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞ നാണക്കേടല്ലേ. ലാസ്റ്റ് ഈ അവിടുത്തെ ആളും നമ്മുടെ കേണൽ സാറും കൂടി ഒത്തൊരു കളി കളിച്ചു. അവിടെ ആരും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഈ പെണ്ണ് അയാളെ അച്ചായെന്ന് വിളിക്കുന്നത്. അച്ചായെന്ന് വിളിച്ചോളാൻ പറഞ്ഞോന്ന്. അതുകൊണ്ടാണ് ഈ പെണ്ണ് അദ്ദേഹത്തെ അച്ചായെന്ന് വിളിച്ചുകൊണ്ടിരുന്നേച്ചത്. ഇപ്പതേ ഇവിടെ വന്ന് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തന്നെയാണ് കേണൽ സാറിൻ്റെ മകളാണെന്ന് കേണൽ സാറ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്തായിട്ട് വേണം കണക്ക് കൂട്ടാനായിട്ട്? ഇത് കഴിഞ്ഞപ്പോഴേക്കേടാ നീ പറഞ്ഞ സത്യമാണല്ലോടാ. ഇങ്ങനൊരു കഥയുണ്ടായിരുന്നല്ലേ. ദൈവമേ, ഇപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് എല്ലാവരെയും വിളിച്ച് പറയണ്ടേ? കേണൽ സാറിൻ്റെ ഭാര്യയെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് പറയണം. അതിനെ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു വരുമോ? ഒറ്റ മനുഷ്യരിങ്ങോട്ട് കടന്നു വരാൻ പോകുന്നില്ല. എങ്കിലേ ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ഏതായാലും ജോസച്ചനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. അദ്ദേഹം തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ചാ. അത് നീ പറഞ്ഞത് കറക്റ്റാ. നീ ഏതായാലും വിളിക്ക്. അങ്ങനെ നമ്മുടെ ഈ പണിക്കാരൻ ജോസച്ചനെ വിളിക്കുക. ജോസച്ചനെ വിളിച്ചിട്ട്, ഹലോ ജോസച്ചേ, ഇത് ഞാനാണേ, ദേ കുര്യൻ ബൈജു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ബൈജു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീയാണോടാ ബൈജു? എന്താടാ നീ ചത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും, എൻ്റെ ജോസച്ചായ, എന്നെക്കാലം പ്രായമുള്ള കുറേ എണ്ണം ഉണ്ട് ഇവിടെ, അവരൊക്കെ ചത്തട്ടെ, ഈ ബൈജു ജാകത്തുള്ളൂ എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ കിടന്ന് ഭയങ്കര ചിരിയാണ്. എന്താടാ ഇപ്പം എന്തിനാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഞാൻ ചില കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കേട്ട് ജോസച്ചേൻ്റെ കണ്ണൊക്കെ മുഴിഞ്ഞിങ്ങനെ വരികയാണ്. ശരി, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്തൊക്കെയാണ് പിടിച്ച് പറഞ്ഞു കൊടുത്തേക്കിരുന്ന ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, അതായത് ഭവിതയെ. അപ്പോൾ ഭവിത എന്തൊക്കെയോ ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കൃഷ്ണമോളുടെ അടുത്ത് വന്നിട്ട് കൃഷ്ണമോളെ ചോദിക്കുവാണ്, അമ്മ എന്തെടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാടാ? ആർക്കറിയാം, അവിടെ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. കണക്ക് കൂട്ടലോ? എന്തൊക്കെയാ കണക്ക് കൂട്ടൽ? ചേച്ചി കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യട്ടേന്നേ. പ്രശ്നത്തിൽ പോയിട്ടുണ്ടെങ്കിലേ കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് ഉന്നയിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയുകയാണ്. ദേ ഇങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു, പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മളെ ചൊറിയാൻ വന്നവരെ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുമോ കൃഷ്ണമോളെ? ഓഹോ, അപ്പോൾ അത് ശരി. അപ്പോൾ സീനിയർ വൈജയന്തിയോട് ജൂനിയർ വൈജയന്തി ഏറ്റുമുട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേ കൃഷ്ണമോളെ, എൻ്റെ ഇത് കേൾക്കാൻ നിൽക്കണ്ട, നീ മിണ്ടാതിരുന്നോട്ടോ, ഞാനൊറ്റ അടി വെച്ചതല്ലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനെന്താ വരാത്തത്? വരുമെന്നല്ലേ പറഞ്ഞത്? ഉറപ്പായിട്ടും വരും. എങ്കിൽ വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദാ വരുന്നടാ നമ്മുടെ ബാലേന്ദ്രൻ. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് കടന്നു വരിക. അപ്പോൾ ബാലേന്ദ്രന് വലിയ താല്പര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് ഇറങ്ങാനായിട്ട്. വൈജയന്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങി നേരെ മക്കളുടെ അടുത്തേക്ക് മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബബിത ചോദിക്കുകയാണ്, അലീന ചേച്ചിയെ കൊണ്ടാക്കിയോ? അലീന ചേച്ചിക്ക് സങ്കടമുണ്ടോ? കൃഷ്ണമോള് ചോദിക്കണം, അവിടെ എങ്ങനെയുണ്ട് അച്ഛാ, വലിയ വീടാണോ? അലീന ചേച്ചിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം ബബിത ചോദിക്കുക,
ആ, എങ്ങനെ അല്ലു ചേച്ചി അവിടെ ഭയങ്കര കഷ്ടപ്പാടുണ്ടാവുമോ? അല്ലു ചേച്ചിയെ അവിടെ കൊണ്ടാക്കിയിട്ട് അല്ലു ചേച്ചിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്? അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ പറയച്ചാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബബിത, എന്താച്ചാ ഞങ്ങൾ ഇത്രയും ചോദിച്ചിട്ട് അച്ഛൻ എന്തോ ഒരു അക്ഷരം പോലും മിണ്ടാത്തത്, എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? അല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, അതും കൂടി കേട്ടിട്ട് ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ പോരെ? അല്ല, എനിക്ക് പറയാനൊരു അവസരം പോലും തരുന്നില്ല. ഒന്ന് പോവാച്ച, അച്ഛനും പറഞ്ഞ കാര്യം എന്താ എന്ന് പറഞ്ഞപ്പോഴേക്കും വാ പറയാം, കാര്യങ്ങളെല്ലാം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാം. എപ്പോഴേക്കും പറച്ച, അല്ല നിങ്ങളുടെ അമ്മ വന്നോ? വൈജയന്തി മേഡം. ആ വന്നു വെച്ചാ, എന്നിട്ട് എങ്ങനെയുണ്ട് അമ്മ, എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോഴേക്കും കൃഷ്ണമോള് പറയാണ്, അമ്മ അമ്മ വൈജയന്തി അമ്മയായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. ഓ അത് ശരി, അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലെന്ന് അർത്ഥമല്ലേ? എങ്കിൽ പറയാം, വലീനയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് വിട്ടു പോകുന്നതിലൊക്കെ വളരെയേറെ സങ്കടമുണ്ട്. എനിക്കും സങ്കടമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു ദിവസം മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അലൻ ചേച്ചി പോയതിൽ എനിക്ക് വളരെയേറെ സങ്കടമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, എല്ലാവർക്കും ആ ഒരു സങ്കടം കാണുമല്ലോ. അച്ഛാ, ഇനി അച്ഛനോട് എന്തെല്ലാം ചോദ്യങ്ങളാണെന്ന് ആർക്കറിയാം. ശരിയാ, എന്ത് ചോദ്യമാണെങ്കിലും അത് നേരിടണമല്ലോ. അച്ഛാ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് വന്നത്. അല്ല, ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മ എന്താ വായ പൊത്തിപ്പിടിക്കോ? വായ മാത്രമല്ല, വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിക്കും. എന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമ്മതിക്കില്ല. ആ ഒരേ ചോദ്യങ്ങളായിരിക്കും. അപ്പം അതിനുള്ള മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ കഴിക്കാൻ എവിടെയാണ് സമയം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ നേരെ അകത്തേക്ക് കയറി പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്ര അവിടെ നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ ബാലേന്ദ്രൻ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് ഒരു അക്ഷരം പോലും ബാലേന്ദ്രൻ മിണ്ടാതെ നേരെ മുകളിലേക്ക് കയറിപ്പോൾ, ബാലേന്ദ്ര ഞാൻ ചോദിച്ചതിന് മറുപടി എന്താ പറയാത്തത്? ബാലേന്ദ്രൻ എവിടെയായിരുന്നു എന്ന്, ആരോടൊപ്പമായിരുന്നു എന്ന്. അല്ല, നിന്നോട് ഞാൻ ചോദിക്കാറുണ്ടോ നീ എവിടെയായിരുന്നു, എന്തിനു പോയി, ആരോടൊപ്പമായിരുന്നു എന്നൊക്കെ? അതെന്താ ബാലേന്ദ്ര അങ്ങനെ ഒരു വർത്തമാനം? ഞാൻ എവിടെയായിരുന്നു ബാലേന്ദ്രൻ അറിയാമായിരുന്നല്ലോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. നീ എന്താ എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടാണോ വൈജയെ പോയത് എന്ന് ചോദിക്കുകയാണ്. ഓ, അപ്പം ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എനിക്കറിയേണ്ട ആവശ്യമില്ലെന്നേ. അറിയണം, ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് ബാലചന്ദ്രൻ അറിയണം. അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കും അറിയേണ്ട കടമയുണ്ട്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണം എന്നൊക്കെ ഇങ്ങനെ വൈജി ഇങ്ങനെ തിരിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ല അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ, വൈജേ പറയാനായിട്ടേ എനിക്ക് മനസ്സില്ല, നീ അങ്ങനെ പല വഴിക്കും പോയിട്ടുണ്ടാവും. ഓഹോ, അത് ശരി, ബാലേന്ദ്രൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണല്ലേ? ഞാൻ ഏത് പല വഴിക്കും പോയെന്നാണ്? നിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളല്ലേ? അത് കുറേ രഹസ്യങ്ങളുണ്ടെന്ന് അറിയാം. ഓ, ഞാനപ്പോൾ കുറേ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണോ ബാലേന്ദ്രൻ പറയുന്നത്? അതേന്നേ, നീ കുറേ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ ഞങ്ങളോട് ഓരോ പരിപാടികളും ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പച്ച പാവത്തിനെ പോലെ നിൽക്കുന്നു. ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ കൃഷ്ണമോൾ അവിടെ കിടന്ന് ഇടപെടുകയാണ്. അമ്മയ്ക്ക് വായ ചൊറിഞ്ഞ് കയറുന്നുണ്ടെങ്കിലേ ഒന്ന് മിണ്ടാതിരിക്കുക. എന്തിനാണ് വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛനോട് മെക്കിട്ട് കയറാനായിട്ട് ചെല്ലുന്നത്? കൃഷ്ണമോളെ, നീ ഇതിലേക്കായി ഇടപെടാൻ നിൽക്കരുത്. ഞാൻ ഇടപെടും. അമ്മ കുറേ നേരം ആയല്ലോ അതും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നു. അമ്മയുടെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അമ്മയുടെ പ്രശ്നം തീർക്കലല്ല ഞങ്ങളുടെ ജോലി. അമ്മയെ ഞങ്ങളും കുറേ സ്ഥലത്തൊക്കെ പോയായിരുന്നല്ലോ. എന്നിട്ട് അമ്മ ചോദിച്ചായിരുന്നോ ഞങ്ങൾ എവിടെ പോയി, എന്തിനു പോയി, ആരോടൊപ്പം ആയിരുന്നു എന്നൊക്കെ ചോദിച്ചോ? പിന്നെന്തിനാ അച്ഛൻ വരുമ്പോൾ അച്ഛനോടൊരു ചോദ്യം? അത് ചോദിക്കാനുള്ള അർഹത അമ്മയ്ക്കില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണനോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജ ആകെ പകച്ച് നിന്ന് പോവുകയാണ്. അങ്ങനെ ബാലേന്ദ്രനും നേരെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ബബിത വന്നിട്ട് വല്ല ആവശ്യമുണ്ടോ, വല്ലാത്ത കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിതയും പോവുകയാണ്. നാണം കെട്ടൊരവസ്ഥയായി പോവുകയാണ് വൈജയ്ക്ക്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീന നേരെ ഇതിനെ ഫോൺ വിളിക്കുക, നമ്മുടെ രേവതിക്കുട്ടിയെ. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ഞാൻ ചേച്ചിയോട് പിണക്കം ഉണ്ടോ? ഇന്നലെ പോയിട്ട് ചേച്ചി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ ചേച്ചിയോട് പിണക്കോ? ചേച്ചി എന്നോട് മിണ്ടണ്ട. എന്താടി മോളെ ഇത്? എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ
എന്ത് മാനസികാവസ്ഥയിൽ നിന്നെന്താ രോഹിത്ത് വിളിച്ചില്ലേ? ആ വിളിച്ചായിരുന്നു. എപ്പോഴാണെന്നറിയാവോ? ഉച്ച കഴിഞ്ഞപ്പോഴാ എന്നെ വിളിച്ചത്. എടീ അവനും ഭയങ്കര സങ്കടത്തിലായിരുന്നൂന്നേ. അവൻ ഏതായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഓ കാര്യങ്ങളെല്ലാം പറഞ്ഞ ആ മരങ്ങോടൻ. ഹാ അലീന ചേച്ചി പോയി, ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. പിന്നെ അല്ലാതെ അവൻ എന്ത് പറയാനാണ്? ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളന്നേ. ദേ രേവതിക്കുട്ടി, ഞാൻ പോവാണ്, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ എനിക്കും പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാടി? എന്നാലും ചേച്ചി എന്നെ മറന്നല്ലോ, എന്നോടൊരു വാക്ക് പറഞ്ഞല്ലോ. ആ രോഹിത് ആണെങ്കിൽ ഭയങ്കര ചാടക്കാരനും. എടി അവൻ എൻ്റെ കുഞ്ഞനിയനല്ലേടി. ഓ കുഞ്ഞനിയൻ പോലും. എടി ഞങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരെ? ആ ചേച്ചി പറ, അവിടെ എങ്ങനെയുണ്ട്? അവിടുത്തെ ആ വീടൊക്കെ എങ്ങനെയുണ്ട്? വലിയ വീടാണോ? ആ ഇതൊരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് എന്ന് പറയേ. എസ്റ്റേറ്റ് ബംഗ്ലാവാണോ? അതെ എസ്റ്റേറ്റ് ബംഗ്ലാവാ. ഇതാരുടെ വീടാണെന്നറിയാവോ? ആരുടെ വീടാ? ഇതേ റിട്ടയേർഡ് കേണൽ സാറിൻ്റെ വീടാണെന്ന് പറയാം. ഓ പട്ടാളക്കാരൻ്റെ വീടാണല്ലേ, കൊള്ളാലോ. ആ പക്ഷെ ഈ പട്ടാളക്കാരൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നീ ഞെട്ടും. പിന്നെ ഞാൻ ഞൊട്ടും. ബോംബ് ബീരാങ്കിയൊന്നും ഇല്ലല്ലോ കയ്യിലൊന്നും പൊട്ടിക്കാനായിട്ട്. എടി സത്യോട് നീ ഞെട്ടും. എങ്കിൽ പറ ആരാത് എന്ന് വെച്ചപ്പോഴേക്കും ഈ കേണൽ സാർ ആരെന്നറിയാമോ? സ്റ്റാലിൻ. സ്റ്റാലിൻ ജോസഫ്. ഈ സ്റ്റാലിൻ ജോസഫ് ആരാ? ഈ സ്റ്റാലിൻ ജോസഫ് വൈജയന്തി ആദ്യം പ്രണയിച്ച ആളാണെന്ന് പറയാണ്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? അതേന്നേ, വൈജയന്തിയുടെയും സ്റ്റാലിൻ ജോസഫിൻ്റെയും മകളാണ് അലീന. ഇത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ? അല്ലെന്നേ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാടി. ഞാൻ പറഞ്ഞ പൂർണ്ണ സത്യം തന്നെയാണ്. എൻ്റെ ദൈവമേ, ഇതെല്ലാം സത്യമായിരിക്കണേ. ചേച്ചി പറ. എന്നിട്ട് ചേച്ചി ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? എൻ്റെ മോളെ ആദ്യമായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോ? സന്തോഷം പങ്കുവെച്ചോ? എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന ഒന്ന് സൈലൻ്റായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.